ഗണപതി ബപ്പ മോറിയ ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ ഗണപതി ബപ്പ ഗണപതി ബപ്പ ഗണപതി ബപ്പ ഗണപതി ബപ്പ നിങ്ങൾ തൊഴുതു പ്രാർത്ഥിക്കുന്ന കണ്ട നിങ്ങൾ ചെയ്ത പാപങ്ങൾ അനുഭവിക്കുന്ന ദിവസം അടുത്തു വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ നന്നായി തന്നെ പ്രാർത്ഥിച്ചോ, അവസാനത്തെ ചാൻസ് അല്ലേ. എന്റെ ചേട്ടന്റെ ചുറ്റുമുള്ള ദുഷ്ടശക്തികളിൽ നിന്ന് അവനെ രക്ഷിക്കണേ, അവനോട് കരുണ കാണിക്കണേ ദൈവമേ, അത് മതി എനിക്ക്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ആരതിയുടെ കല്യാണ നിശ്ചയമായിരുന്നു. ഈ വർഷം എത്രയും പെട്ടെന്ന് അമ്മോന്റെ കല്യാണ നിശ്ചയം നടക്കണം. മാനസി, ആദ്യം എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു തരണോ നിനക്ക്? എല്ലാ കാര്യങ്ങളും ഓർത്ത് ചെയ്തൂടെ? അമ്മേ, പോയി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ബോക്സ് എടുത്തോണ്ട് വാ. പോകാൻ.
വേദാന്ത് എടുക്ക്, നിന്റെ കൈ കൊണ്ട് വേണം ഇതിടാൻ. മോമിൻലോ, നിങ്ങൾ ഗോഡ് ചെയിൻ എടുത്തു വെച്ചിരുന്നല്ലേ, അതെന്താ കൊണ്ടുവരാഞ്ഞത്? അവരെ നോക്ക്, സ്വർണ്ണമാലയാണെങ്കിലും അവരെ മകൻ തന്നെ ഇടണമെന്ന് പറയുന്നു. നിങ്ങളും റോയിലോന്റെ കയ്യിൽ കൊടുക്കണമായിരുന്നു. ഇതാണോ അത്യാവശ്യം മാനസി? ഇതെല്ലാം കൊടുത്തത് നീയാണ് എന്ന അർപ്പണ മനോഭാവത്തിൽ നമ്മൾ ദൈവത്തിന് പ്രാർത്ഥനയോടെ അർപ്പിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ രാജനന്ദിനി ഫാബ്രിക്സ് നമ്മുടെ സെന്റിമെന്റൽ അല്ലേ, അതുകൊണ്ടാണ് അത് കൊടുത്തത്. എല്ലാരും സ്വർണവും പട്ടുസാരിയൊക്കെയാണ് ദൈവത്തിന് അർപ്പിക്കുന്നത്. ഞാൻ നോക്കിക്കേ, ദൈവത്തിന് മൂർക്കും വലിയ പൊക്കെ ഉണ്ടാക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച് ദൈവത്തിന് അർപ്പിക്കുന്നത് ശരിയല്ല. എല്ലാവരുടെ മുന്നിൽ അധിക പ്രസംഗം പറയുന്ന പോലെ ആയിപ്പോ. ചുമ്മാ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അമ്മ ഇവിടെ വാ. എങ്ങോട്ട്? അമ്മ, ആര്യ സാറ് പറഞ്ഞു മംഗളാരതി അമ്മ ചെയ്യണോന്ന്. വാ. ഞാനോ? വാ. വരൂ പുഷ്പ, ആരതി ചെയ്യ്. പുഷ്പേജി വരൂ. ഗണപതയേ നമഃ.
അരെ വാ, പലഹാരങ്ങളൊക്കെ ഇപ്പോഴാണോ വരുന്നേ? ഇത്രയും നേരം എവിടെയായിരുന്നു? നിന്നോട് പറഞ്ഞ കാലിയാകുമെന്ന് വിചാരിച്ച് മറച്ചു വെച്ചതാണെന്ന് തോന്നുന്നു. നിങ്ങളൊക്കെ ഇത്രയും വലിയ സാധനങ്ങളൊക്കെ ദൈവത്തിന് അർപ്പിക്കുമ്പോ ഞാനിതൊക്കെ നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് എങ്ങനെ കൊടുക്കും? എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? ദൈവത്തിന് സന്തോഷം കിട്ടുന്നത് ആഡംബരത്തുനിന്നല്ല, ഭക്തിയോടെ അവില് നിവേദിച്ചാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കും. പിന്നെ ഇത്രയും രുചിയായ ആഹാരം കൊടുത്താ അദ്ദേഹം വേണ്ടാന്ന് പറയൂ? എനിക്ക് മുത്തശ്ശി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പുഷ്പേച്ചി വരൂ, ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെ ഇതെല്ലാം ഭഗവാന് സമർപ്പിക്കും. പിന്നെ ഞാനോ? വരൂ. ഞാൻ ഈ കേരളത്തില് വളരെ ഫേമസ് ആണ്. കൊച്ചിയിൽ വന്ന് എന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞാൽ മതി, ജനങ്ങളെ പേടിച്ച് വിറച്ച് മാറി അങ്ങോട്ട് നിൽക്കും. ഇടിക്കാനും അറിയാം, അടിക്കാനും അറിയാം. ഞാനൊരു ഷോ സ്റ്റോപ്പർ മാത്രമല്ല, ഗെയിം ചേഞ്ചർ കൂടെയാണ്. വർഷത്തില് 360 ദിവസവും കരഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് 5 ദിവസം സന്തോഷിക്കുന്ന ക്യാരക്ടർ അല്ല എന്റേത്. റൗഡി ബേബി എന്ന എന്റെ പേരെന്താണെന്നറിയോ? റൗഡി ബേബി എന്ന. ആരാണ് ഞാൻ എന്നറിയാതെ എന്റെ ഏരിയ വന്ന് കളിച്ചാ ഉണ്ടല്ലോ, അവന്റെ കൈയൊടിച്ച് വിടും ഞാൻ, കേട്ടല്ലോ? ഞാൻ പക്ക മാസ് റാണിയാ. അതാണ് ഈ അമൂല്യ. എന്താ തമാശയാണോ? സൂപ്പർ മിസ്റ്റർ വേദാന്ത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഇവര് നല്ല മിടുക്കിയാണല്ലോ. അതിലൊരു ഡൗട്ടും ഇല്ല സാർ, ഇതുവരെ ട്രെയിലർ മാത്രമാ. ശരിക്കുള്ള സിനിമ കണ്ട ഷോക്കായി പോകും. റൗഡി ബേബിക്ക്, റൗഡി കൊച്ചിന്, അമൂല്യക്ക്, വായാടിക്ക്. താഴെ അയ്യോ എടി മുതുക്കി നിക്കടി അവിടെ. എന്താ ഇത്ര ദേഷ്യം? ആരെന്നോട് പറഞ്ഞ എനിക്ക് ദേഷ്യമാണെന്ന്? എനിക്കൊരു ദേഷ്യമില്ല. നിന്റെ മുഖം കണ്ടാ മനസ്സിലാവും ഇത്ര വീർത്തിരിക്കുന്നു. ഒന്ന് ചുമ്മാ ഇരിക്കാമോ? അല്ലടി ചേട്ടൻ ഈ വർഷം മുഴുവൻ സംസാരിക്കുന്നു, ചിരിച്ചു കളിക്കുന്നു, അതിൽ ഒരു പ്രാവശ്യം നിന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അതും സെയിം സ്റ്റൈൽ സെയിം ഡയലോഗ്. ഒന്നുമല്ല, എന്റെ ഡയലോഗ് ഡെലിവറി സ്റ്റൈലേ വേറെയാ. അതിലും കുഴപ്പം കണ്ടുപിടിക്കാം അവള്.
നീ ഒബ്സർവ് ചെയ്യേണ്ടത് വേറെ കാര്യമാണ്. വേറെയോ? ചേട്ടൻ നിന്നെ പോലെ തന്നെ ചെയ്തുവെങ്കിൽ ചേട്ടൻ നിന്നെ അത്ര ഒബ്സർവ് ചെയ്ത് കാണുമല്ലോ. അതുമല്ല, നിന്റെ സംസാരം വരെ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നീ അത്രയ്ക്ക് സ്പെഷ്യൽ ആയിരിക്കും. അതിലെന്താ ഇത്ര സ്പെഷ്യല്? ഞാനത് 1000 തവണ പറഞ്ഞിട്ടുള്ളതാ, അതുകൊണ്ട് ഓർമ്മ വന്നു കാണും. അത് തന്നെ അടി ലവ്. അവർ അത്ര ഫീലായി നിന്നെ പോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അവരുടെ മനസ്സിൽ അത്ര സ്പെഷ്യൽ ആയിരിക്കും. സന്തോഷം കൊണ്ട് നീ വെള്ളത്തിലേക്ക് പോവല്ലേ? എനിക്ക് നീന്താൻ അറിയില്ല. ഓ, മുഖത്തെ സന്തോഷം നോക്ക്. ആ മുഖത്തെ സന്തോഷം കണ്ടോ? ഫസ്റ്റ് ടൈം എല്ലാം നന്നായിട്ട് നടന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ചേട്ടന്റെ അഭിനയവും പ്രഭാഷണവും കേട്ട് എനിക്ക് ബോറടിക്കുന്നു. ഹലോ, സമാധാനപ്പെട്. എന്റെ ലെവലിൽ സംസാരിച്ച തല അടിച്ചു പൊളിക്കുന്നുണ്ട്. ആ കള്ള ചെറുക്കനോട് സംസാരിക്കാൻ അധികാരമുള്ളത് എനിക്ക് മാത്രം. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ കഴുത്തിന് പിടിച്ചു. അവിടെ നോക്ക്, ഒരു മുടന്തൻ കാലം കുടഞ്ഞോണ്ട് പോന്നു. എടി, മുടന്തനെന്നൊന്നും പറയരുത്. പൂജ ചെയ്യാനുള്ള സമയമായി. എല്ലാരും പോയി വിളിച്ചോണ്ട് വാ. ചെല്ല്. ഇവിടെ നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും, സംശയമുള്ളവരായിട്ട് ആരെങ്കിലും കണ്ടിരുന്നോ? നോ സർ. നമുക്ക് സംശയമുള്ള ആരെങ്കിലും? ഇല്ല സർ, അങ്ങനെ ആരും കണ്ടില്ല. CCTV ഓൺ ചെയ്യ്. മീരാജി എന്താ അവിടെ നിൽക്കുന്നത്? അതൊന്ന് പോസ് ചെയ്തേ. മീരാജി, അല്ല എന്താ ഇവിടെ തനിയെ നിൽക്കുന്നത്? ഒന്നുമില്ല ജയൻ, എന്തോ ഒരു ടെൻഷൻ തോന്നുന്നു, അതുകൊണ്ട് ഇവിടെ വന്ന് വെറുതെ നിന്നതാ. ചുമ്മാതെയോ? യാ ജയൻ, എനിക്കെന്തോ അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല. ഫീലിംഗ് സോ ലോൺലി ആൻഡ് ഇഗ്നോർഡ്. എല്ലാവരും അവരുടെ ലോകത്തെ സന്തോഷമായിട്ടിരിക്കുന്നു. സോ നെഗറ്റിവിറ്റി നോട്ട് ഗുഡ് മീരാജി. ചെന്ന് ഉത്സവത്തിൽ പങ്കെടുക്കാൻ നോക്ക്. ഇറ്റ്സ് ഓക്കെ. അത് ശരി, നിങ്ങളെന്താ ഉത്സവത്തിൽ പങ്കെടുക്കാത്തത് ജയൻ? നിങ്ങളിവിടെ എന്ത് ചെയ്യാ? ഗസ്റ്റ്. എല്ലാ കാര്യങ്ങളും ശരിയാണോ നോക്കാനുള്ള കടമയുണ്ടല്ലോ. വെളിയിൽ നിന്നാരും നുഴഞ്ഞു കയറാൻ പാടില്ലല്ലോ മീരാജി. അതുകൊണ്ട് എല്ലായിടത്തും കണ്ണത്തണമല്ലോ. കുറച്ചു നേരത്തിന് മുൻപ് ആരുമായിട്ട് സംസാരിക്കുന്നത് കണ്ടല്ലോ. ആരാത്? ആരോ വേദാന്ത് മേനന്റെ കൂടെയുള്ളവരാണെന്നോ പറഞ്ഞത്. അതെന്തോ സ്വന്തക്കാരുടെ ബന്ധത്തിൽപ്പെട്ടതാണെന്നാ പറഞ്ഞേ. എന്താ ജയൻ, എനി പ്രോബ്ലം? ഇല്ലില്ല, ചുമ്മാതെ ചോദിച്ചതാ. മീരാജി അകത്തേക്കില്ല, ഇവിടെ നിൽക്കണ്ട. എന്റെ പണി സ്ലോ ആകും. ഇറ്റ്സ് ഓക്കെ ജയൻ, ഞാൻ പോവാണ്. അല്ലി, എനിക്കെന്തോ കംഫർട്ടബിൾ ആയി ഇരിക്കാൻ തോന്നുന്നില്ല ഇവിടെ. ശരി, പോവുകയാണെങ്കിൽ ഞാൻ ഷിബുവിനോട് പറഞ്ഞോളാം. ഇറ്റ്സ് ഓക്കെ ജയൻ, ഐ വിൽ മാനേജ്. ഞാൻ പൊക്കോളാം. വേണ്ടെന്ന് പറയല്ലേ. അഥവാ പോവുകയാണെങ്കിൽ ഷിബുവിന്റെ കൂടെ പോകണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇവിടെ വന്ന് ബോറടിച്ച് തിരികെ പോയി എന്നെങ്ങാനും ആര്യർ സാർ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനത് വളരെ വിഷമാവും. വിഷമോ? എനിക്ക് വേണ്ടിയോ? ഷിബുവിനോട് പറയ്. സീ യു.
ഷിബു അവനിത് എവിടെ പോയി? നീ ആരെയാടാ നോക്കുന്ന വിക്കി? ആ ധ്രുവനെ കാണുന്നില്ലല്ലോ. വാട്ട്? ധ്രുവന്റെ പേര് കേൾക്കുന്ന തന്നെ ചേട്ടന് ദേഷ്യമുള്ള കാര്യം. ഇന്നവൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എങ്ങനെ അവൻ അറിഞ്ഞ എല്ലാം തീർന്നു. അത് ഞാൻ ആ സുമേഷിനെ നോക്കുമായിരുന്നു. പേര് തെറ്റി ധ്രുവന്റെ പേര് പറഞ്ഞു. ഓൺലി ബിക്കോസ് ഐ മിസ് ഹിം. ഇറ്റ്സ് ഓക്കെ. നീ ചോദിക്കാതെയും പറയാതെ അവനോട് പോയാവോ?